കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒന്നും പറയാൻ സാധിക്കില്ല. ബ്ലീഡിംഗ് നല്ലോണം ഉണ്ട്. ഇന്റേണൽ ഓർഗൻസിനും ഡാമേജ് ഉണ്ട്. അതുകൊണ്ട് പേഷ്യന്റ് ഇപ്പൊ കോമ സ്റ്റേജിലാ. എപ്പ ബോധം തെളിയെന്ന് പറയാനും പറ്റില്ല. അമ്മയുടെ ജീവൻ അപകടമില്ലെന്ന് അറിഞ്ഞതിൽ സന്തോഷിക്കണോ? ആ ബോധം തെളിയാൻ പ്രയാസമാണെന്ന് പറഞ്ഞതിൽ സങ്കടപ്പെടണോ? നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് സമയത്തും ബോധം തെളിയാനുള്ള സാധ്യതയുണ്ട്. ആപത്ത് വിട്ടുമാറിയിട്ടില്ല ബാലികയെ. ഗതി തെറ്റി വൃദ്ധയുടെ ജീവനിൽ പതിച്ചതാണ്. വരാനിരിക്കുന്ന വലിയൊരു വിപത്തിനുള്ള മുന്നറിയിപ്പാണിത്. നിന്റെ ഭർത്താവിന്റെ ജീവൻ ഇപ്പോൾ കാറ്റ് തുലയുന്ന ദീപനാളം പോലെയാണ്. ആ ദീപത്തെ രക്ഷിക്കാൻ നോക്കൂ. ആ ദീപമാണ് ഏവർക്കും പ്രകാശമേകേണ്ടത്. അപ്പൊ ദേവേട്ടന് വരാനിരിക്കുന്ന ആപത്ത് പൂർണ്ണമായും അകന്നു പോയാലേ ഇന്ദുമ്മയുടെ അസുഖം ഭേദാവുള്ളൂ. ഒരടുത്ത ബന്ധു നിങ്ങളെ തേടി വരും. ആ ബന്ധുവിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും സഹായിക്കുകയും ചെയ്താലേ ഇതിനൊരു പരിഹാരം കിട്ടുള്ളൂ എന്നാ സ്വാമിജി പറഞ്ഞത്. ആരായിരിക്കും ബന്ധു? എങ്ങനെ കണ്ടുപിടിക്കും? മതിയായോ നിനക്ക്? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എല്ലാത്തിനും നീയാ കാരണം. എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ ഊർമിളെ. നിനക്കെന്തൊക്കെ അറിയാവുന്ന 2 ദിവസം കഴിയുമ്പോ പുറത്തു വരും. ഓക്കെ ഡോക്ടർ, താങ്ക് യു. എന്താ മോനെ ഡോക്ടർ പറഞ്ഞത്? അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല അമ്മേ. ഇപ്പോഴും ICUവിൽ തന്നെയാണ്. ഈ വയസ്സാം കാലത്ത് കിളവിക്ക് വേറെ പണിയില്ലായിരുന്നു. ഇടയ്ക്ക് കയറി കുത്തും കൊണ്ട് ഇപ്പൊ ദേ കിടക്കണ വായും പൊളിച്ച്. അതാ ദേവന് കൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ പരലോകത്ത് എത്തിയേനെ. എന്റെ ടെൻഷനും ഇത്തിരി കുറഞ്ഞേനെ. ഇന്ദു എന്തിനാ അതിനിടയിലേക്ക് കയറി വന്നത്? എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പൊ സ്വന്തം ജീവൻ അപകടത്തിലാക്കിയിരിക്കുക. ദേവേട്ടാ, 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 ദേ പറതാ. ഇത് ദേവേട്ട കൊലപാതകി ഇന്നലെ ഈ പറഞ്ഞിട്ടുണ്ടല്ലേ കുത്താൻ വന്നേ? നശിപ്പിച്ചു. ഇത് ഇവന്റെ കയ്യിൽ എങ്ങനെ കിട്ടി? ഇത് നിനക്ക് എവിടുന്ന് അവനെയാ കിട്ടിയത്? പറഞ്ഞിട്ടെന്നെ ഊരുന്ന കിട്ടിയേ. അതെ, മര്യാദയ്ക്ക് സംസാരിക്കണം. തോന്നിയ ദിവസം പറയണ. എനിക്കൊന്നും അറിയില്ല. എനിക്കിത് പറഞ്ഞിട്ടെന്നെ മുറിനാ കിട്ടിയേ. പുതപ്പ് മാറ്റം പോയപ്പോ പുതപ്പിന്റെ അടിയിൽ കിടന്നതാ. ഇന്ദുമ്മയെ കുത്തി നീ വരണ്ടേട്ടൻ തന്നെയാ. ആരോടാ സംസാരിക്കണം അറിയണം നിനക്ക്? വിടറാവനെ. എടാ നീ രണ്ടാദ്യം കാണിച്ചതും പോരാ, നീ അവന്റെ നേരം മെക്കിട്ട് കയറുന്നു. എനിക്കിതൊന്നും അറിയില്ല ദേവാ. മിണ്ടി പോരുത്. തുടക്കം മുതലേ എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. എന്തിനാടാ പാവത്തന്നെ? ആരെ കൊല്ലാനാ നിന്റെ ഉദ്ദേശം? പറ. പ്രായം പോലും നോക്കാതെ എന്റെ ഇന്ദുമ്മ നീ കുത്തിയല്ലേ? ഇല്ല ദേവാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആരെയും കുത്തിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാടാ നിന്റെ മുറിയിന്ന് വിനീന പർദ്ദ കിട്ടിയത്? എനിക്കൊന്നും അറിയില്ല വിളിച്ച. സത്യമായിട്ടും അറിയില്ല. അതാരെങ്കിലും എന്റെ മുറിയിൽ വെച്ചിട്ട് പോയതായിക്കൂടെ? അമ്മയാണ് സത്യം. എനിക്കൊന്നും അറിയില്ല. കുത്താൻ വന്നവൻ എന്തിനാ അത് മടക്കി നിന്റെ പുതപ്പിനടിയിൽ വെച്ചിട്ട് പോണം? ഈ പൊട്ടൻ ഇത് വേണം. അല്ലെങ്കിൽ പിന്നെ പ്രാവനെ തല്ലിക്കൊന്ന് തൂവലും മാലയാക്കി കഴുത്തിലിട്ട് നടക്കുന്ന പോലെ. ഇത്രയും വലിയൊരു തെളിവ് മുറിയിൽ വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാനും ശ്രദ്ധിച്ചിരുന്നു. രാവിലെ സംഭവം നടക്കുന്ന സമയത്ത് നീ ഈ വീട്ടിലെങ്ങും ഇല്ലായിരുന്നു. നീ എവിടെ പോയതായിരുന്നു? പറ. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. ഫ്രണ്ടിന്റെ വീട്ടിലോ?
സത്യം പറയടാ. സത്യമാണ് ദേവ, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലുണ്ടായിരുന്നു. മിണ്ടരുത്. ആദ്യത്തെ പ്രാവശ്യം സംഭവം നടന്നപ്പോഴും നീ വീട്ടിലുണ്ടായിരുന്നില്ല. അന്ന് ചോദിച്ചപ്പോ മുറിയിൽ ഉറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു അത്രേ. കൃത്യം സംഭവം നടക്കുമ്പോ മാത്രം എങ്ങനെയാണ് നീ പുറത്തേക്ക് പോകുന്നേ? അതിൽ തന്നെ കള്ളത്തരമുണ്ടല്ലോ. അതിനി ചോദിക്കേണ്ട കാര്യമുണ്ടോ ഏട്ടാ? കത്തിയായിട്ട് വന്നത് ഇവൻ തന്നെയാ. എന്റെ ഇന്ദുവിനെ കുത്തിയത് ഈ ദുഷ്ടൻ തന്നെയാ. ഞാൻ എന്തിനാ വരുണേ നിനക്ക് ഞങ്ങളോട് ഇത്രമാത്രം ശത്രുത? എന്തിനാടാ? ഇത്രയും കാലം നീ ചെയ്ത തെറ്റുകളെല്ലാം ഞങ്ങളെ ക്ഷമിക്കുകയായിരുന്നു. ഇനി നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും വരുണേ? അല്ല, നിനക്ക് സത്യത്തിൽ എന്താ വേണ്ടേ? അതെന്താന്നൊന്ന് തുറന്നു പറഞ്ഞൊരു പരിഹാരമെങ്കിലും നമുക്ക് കാണാലോ. ഞാൻ പറയുന്നത് സത്യമില്ലമ്മേ, എനിക്കൊന്നും അറിയില്ല. എങ്ങനെയാടാ ആ തുണി നിന്റെ റൂമിൽ വന്നത്? നീ കാരണം ഇന്ന് എന്റെ അമ്മ ICUവിൽ ബോധമില്ലാതെ കിടക്കുക. എന്റെ അമ്മയ്ക്ക് വല്ലതും പറ്റിയ പിന്നെ നീ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാവില്ല. അച്ഛാ, ഇത്രയൊക്കെ വരുത്തി വെച്ചവന് ഇനി ഒരു അവസരം കൊടുക്കുന്ന തെറ്റ് ഇവൻ ഇപ്പൊ തന്നെ അങ്ങ് തീർത്തേക്കാം. എന്തോരം നീ ഇല്ലാതെ കൊല്ലേ? നീ ഒന്നും ജീവിക്കാതിരിക്കാൻ നല്ലത്. അവനൊന്നും ചെയ്യണ്ട. ആ കത്തിയോട് കുത്തിയത് വരുന്നല്ലെന്ന് എനിക്കറിയാം. അതെങ്ങനെ നിനക്കറിയാൻ വൈദേഹി? അവനെ വിട്, ഞാൻ പറയാം. നീ കാര്യം പറ. ഇന്നലെ കത്തിയായിട്ട് വന്നയാൾക്ക് ഇവിടെയായിട്ടൊരു മറുകുണ്ടായിരുന്നു. വരുണിന് അങ്ങനെ ഒരു മറുകുണ്ടോന്ന് നോക്കിക്കേ. അവിടെ തന്നെ. എവിടെ? ഇവിടെയോ? ഇവിടെയല്ലേ? നോക്കിക്കേ. ഇവിടെ ഒന്ന് മാറ്റി. എവിടെ? ഇവിടെയാണോ? വൈദേഹി, നല്ലോണം ഓർത്ത് നോക്ക്. വരുണല്ല ദേവേട്ട. വൈദേഹി, സത്യ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് വരുണല്ല. വീട്ടേക്ക്. ഈശ്വരാ, രക്ഷപ്പെട്ടു. അപ്പൊ ശരിക്കും ഇവനല്ലേ? തക്ക സമയത്ത് വൈദേഹിക്ക് അവനെ രക്ഷിക്കാൻ തോന്നിയതിന് ഇവൻ അവൾക്കൊരു അമ്പലം കെട്ടി പൂജിച്ചാലും കുഴപ്പമില്ല. പിന്നെ എങ്ങനെയാടാ തുണി നിന്റെ മുറിയിൽ വന്നത്? എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ അറിയാം? ഞാനല്ലെന്ന് നിന്റെ ഭാര്യ എന്നെ പറഞ്ഞില്ലേ? ഇനി എന്താ? എന്തിനും ഏതിനും എന്നെ സംശയിക്കാന്നുള്ളൊരു പതിവായിരിക്കാം. പിന്നെ ഇത് ആരായിരിക്കും ദേവ? ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ഞാനല്ല അവരെ കുത്തിയെന്ന്. എല്ലാരും കൂടെ ചേർന്ന് എന്നെ ഒരു കൊലപാതകയെ പോലെ. ഒരു വട്ടം ഒരു തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാ പിന്നെ എന്തിനും ഏതിനും അവരെ സംശയിക്കുന്നത് സാധാരണയാണ്. സംഭവത്തിന്റെ തലേ ദിവസം ആ പർദ്ദയിട്ടുണ്ടല്ലേ നീ കേറി വന്നത്? ആ രൂപത്തിൽ നിന്നെ എല്ലാരും കാണുകയും ചെയ്തു. അപ്പൊ അതെങ്ങോട്ടെങ്കിലും വലിച്ചെറിയുന്നതിന് പകരം ബെഡ്റൂമിൽ കൊണ്ട് ഏത് മണ്ടനട വെക്കുക? അത് തന്നെ എനിക്കേറ്റേ പറ്റ്.
കഷ്ടകാലത്തിന് അത് അന്ന് എനിക്ക് കളയാൻ പറ്റില്ല. അതിനുശേഷം അത് പുറത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലുമായിരുന്നു. എന്റെ ബെഡിന്റെ അടിയിലൊക്കെ പോയി തപ്പുന്ന ആരാ വിചാരിച്ചേ? നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് മറയുടെ ആവശ്യമില്ല. പക്ഷെ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ കരുക്കളും നമ്മള് വളരെ ശ്രദ്ധയോടെ വേണം വെക്കാൻ. എന്തോ ഒരു ഭാഗ്യം ബാക്കി നിൽക്കുന്നോണ്ടാ വൈദേഹി ആ മറുക കണ്ടതും നീ അല്ലതെന്ന് അവൾക്ക് എല്ലാരോടും പറയാൻ തോന്നിയതും. അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ ജീവിതം നായ നക്കിയ പോലായന്. നീ അല്ലെങ്കിൽ പിന്നത് ആരായിരിക്കും? അതെങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? എന്നോട് ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയാനാ? ഇനി ഞാൻ അവൻ അയച്ചതെന്ന് കൂടി പറയരുത്. എനിക്കാരെയും കൊലപ്പെടുത്താൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചു മുമ്പ് കരണത്ത് 2 കിട്ടിയപ്പോ തന്നെ നീ സത്യം പറഞ്ഞേനെ. എന്നാലും ആ പുതിയവൻ ആരായിരിക്കും? ദേവനെ കൊല്ലേണ്ടത്ര ആവശ്യം നിനക്കല്ലാതെ മറ്റാർക്കായിരിക്കും ഉണ്ടാവുക? അത് എനിക്കും മനസ്സിലാവത്ത്. എനിക്കറിയാത്ത ശത്രുക്കൾ ആരും തന്നെ ദേവനോ വില്ലച്ചനോ ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. ഉണ്ടെങ്കിലോ? അല്ലെങ്കിൽ പിന്നെ പാതിരാത്രി കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ മതില് ചാടി അതിക്രമിച്ച് കടന്ന് എന്തിനു കൊല്ലാൻ ശ്രമിക്കണം? ആരോ ഒരാളുണ്ട്. അതാരാണെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. കണ്ടുപിടിക്കണം. ആരായാലും നമുക്കെന്താ? അതാരായാലും ദേവനെ ഒന്ന് കൊന്നിരുന്നെങ്കിൽ എനിക്ക് കേടുപാടൊന്നുമില്ലാതെ ലൈൻ ക്ലിയർ ആയിട്ട് കിട്ടിയേനെ. ഒന്ന് പോടാ അവിടുന്ന്. അത്രയ്ക്ക് സാഹസം കാണിച്ച് ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നയാള് പൊട്ടനൊന്നും ആയിരിക്കില്ലല്ലോ. വെറുതെ എല്ലാം കൂടെ നിന്റെ കയ്യിലോട്ട് വെച്ചു തരാൻ. ഇനിയൊരു എതിരാളി ഇല്ലാത്ത രീതിയിൽ ആസ്തി നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ ആരാണെന്നുള്ളത് അറിയേണ്ടത് ദേവനേക്കാൾ ഇപ്പോ നിന്റെ ആവശ്യമാണ്. ആദ്യം അതിനുള്ള വഴി നോക്ക്. മാത്രമല്ല, വേണ്ടാത്ത ചിന്തകളൊക്കെ കുറച്ചു നാളത്തേക്ക് മാറ്റും. ഇപ്പൊ നീ ഒന്ന് അനങ്ങാൻ ശ്രമിച്ചാൽ പോലും കൈയോടെ അവർ നിന്നെ പിടികൂടും. മനസ്സിലായല്ലോ? ഇന്ദുമ്മയ്ക്ക് ദേവേട്ടനോട് എത്ര സ്നേഹമാണെന്നും ദേവേട്ടന് ഇന്ദുമ്മയോട് എത്രമാത്രം സ്നേഹമുണ്ടെന്നുള്ളതും എനിക്കറിയാവുന്നതാ. അതുകൊണ്ടല്ലേ ജീവൻ പണയം വെച്ച് ഇന്ദുമ്മ ദേവേട്ടനെ രക്ഷിച്ചത്. എന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം ഇന്ദുമ്മയുടെ ജീവൻ രക്ഷപ്പെട്ടത്. ദേവേട്ടൻ വിഷമിക്കരുത്. ദേവേട്ട, എല്ലാ സ്വാമിജി പറഞ്ഞ പോലെ തന്നെയല്ലേ സംഭവിക്കുന്നത്. ദേവേട്ടന്റെ ജീവൻ അപകടമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അതിനുള്ള ശ്രമവും നടന്നിരിക്കുക. എന്തോ അന്ന് തടസ്സം നിന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആ സ്ഥാനത്ത് ദേവേട്ടനല്ലേ അപകടം പറ്റേണ്ട. സത്യത്തിൽ അത് ആരായിരിക്കും? ദേവേട്ടന്റെ ജീവൻ എടുത്തിട്ട് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാവാനാ? അവൻ ഇനി ആരും ആയിക്കോട്ടെ, അവനെ ഞാൻ വെറുതെ വിടില്ല. എന്താ ദേവേട്ട ഇവിടെ നിർത്തിയേ? ദേവേട്ട, അവിടെ ബൈക്കിൽ കയറി പോകുന്നത്. അവിടെ എന്താ പറ്റിയേ? അവനാ
എന്താ അവിടെ? അവനാ ദേവേട്ട ഇന്ദുമ്മയെ കുത്തിയത്. അവനോ? സത്യമാണോ? സത്യമായിട്ടും ഇവിടെ ഒരു മറുകുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നോ? ആ മറുക് ഞാൻ ഇപ്പൊ കണ്ടതാ. അവൻ തന്നെ ദേവേട്ട. അയ്യോ, അവത്തെ പോകുന്ന ദേവേട്ട, പിടിക്കവനെ. നിക്കവിടെ. നിക്കാൻ. വേഗം ഏതാണാ നീ? എന്നെ കൊല്ലണോ അല്ലേ? വിടു സാറേ. ഇത് തന്നെയല്ലേ? നോക്ക്. അതെ ദേവേട്ട, ഇവൻ തന്നെയാ. റാസ്കൽ, നിനക്ക് എന്നെ തന്നെ കൊല്ലണോ അല്ലേ? സാറേ. എന്റെ ഇന്ദുവിനെ നീ കത്തി കൊണ്ട് കുത്തുമല്ലേ? ഞാനാരെ കത്തിയോട് കുത്താനാ സാറേ? സാറിന് തെറ്റിദ്ധാരണ ഉണ്ടായതാ. അല്ല ദേവേട്ട, ഇവൻ തന്നെയാ. എനിക്ക് ഉറപ്പാ. അവൻ കള്ളം പറയാ ദേവേട്ട. അവനെ വിടരുത്. ഈ മറുക് ഞാൻ കണ്ടതാ. എന്റെ പൊന്നേച്ചി, ഇത് ഞാൻ ജനിച്ച തൊട്ടുള്ള മറുക. ഇവിടെ മറുകുള്ള വേറെ ആരോ ചേച്ചി കണ്ടിട്ട് ഞാനാണെന്ന് തെറ്റിദ്ധരിക്കുക. തെറ്റിദ്ധാരണയാണോ സത്യമാണെന്നുള്ളതൊക്കെ പോലീസ് തീരുമാനിക്കും. സാറേ നിക്ക് സാറേ. വേണ്ട സാറേ, സാറ് മറ്റാരുടെ മറുക കണ്ടിട്ട് ഞാനാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാ. ഞാൻ നിങ്ങളെ മാത്രമല്ല, ഈ ഇന്ത്യയിലുള്ള ആരെ ഇന്നലെ കുത്താൻ ഒരു ചാൻസും ഇല്ല. എന്റെ പൊന്ന് സാറേ, ഞാനിന്ന് കാലത്താ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ തന്നെ. നിക്ക് സാറേ, ഞാൻ ഇപ്പൊ കാണിക്കാം. സാർ നോക്ക്, ഞാൻ എപ്പോഴും ലാൻഡ് ചെയ്ത് നോക്ക്. സോറി. സോറി ചേട്ടാ, ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഒന്ന് പോകുന്നുണ്ടോ ചേച്ചി? നേരെ നമ്മളിതോടെ 1008 പ്രശ്നമായിട്ട് പോകുമ്പോഴാണ്. ആ മറുക് അതുപോലെ തന്നെയായിരുന്നു. പക്ഷെ ഇത് അയാളല്ല കേട്ടോ. മറുക് വെറും ഒരു അടയാളം മാത്രമല്ലേ? അവിടെ മറുകുള്ളവര് ഈ ലോകത്ത് 100,000 പേര് കാണും. ആദ്യത്തെ പ്രാവശ്യം അകത്ത് കടന്നപ്പോഴും മോഷണത്തിനെന്ന് കരുതി തല്ലി ഓടിച്ചു. അതല്ലേ അവൻ ഇന്നലെ വീണ്ടും കയറി വന്നത്. ഒരിക്കലും നിങ്ങളെ ഇതുപോലെ ഒരാൾ ആക്രമിച്ചതല്ലേ? സത്യത്തിൽ അയാൾ ആരായിരിക്കും?